കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന് മന്ത്രിയും എംഎൽഎമാരും അടക്കം ഒന്നിച്ച് വിളിച്ചു പറയുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് കണ്ടത്. 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിഞ്ഞവരാണ് കോൺഗ്രസ്. അങ്ങനെയാണ് ഗ്രൂപ്പിസമെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഒത്തൊരുമയോടെ നിന്ന് പ്രവർത്തിച്ച് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് മുതൽ കോൺഗ്രസിൽ ഗ്രൂപ്പിസം പഴയ പോലെ തലപൊക്കി തുടങ്ങി. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ അത് കേരളം ആഴ്ചകളോളം കാണുകയും ചെയ്തു. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും അനുകൂലിച്ച് എംഎൽഎമാരും നേതാക്കളും ചേരിതിരിഞ്ഞ് പോരാടിയത് UDF നേടിയ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുകയും ചെയ്തു. ഒടുവിൽ മുഖ്യമന്ത്രിയായ സതീശൻ അവരോധിക്കപ്പെട്ടതോടെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വൈരം രൂക്ഷമാവുകയും ചെയ്തു. പല വിഷയങ്ങളിലും പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം നടന്നു, ഇനിയും നടക്കാനിരിക്കുന്നുമുണ്ട്. കോൺഗ്രസിന്റെ 63 എംഎൽഎമാരിൽ ബഹുഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. മന്ത്രിസഭയിലും കെ.സി. വിഭാഗത്തിന് തന്നെയാണ് മേൽക്കൈ. അതിലൂടെ സതീശനെ പരിധിക്ക് നിർത്താനാണ് ശ്രമം. പക്ഷെ സതീശൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സതീശൻ ഏകാധിപതിയെപ്പോലെ പോകുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് എംഎൽഎമാർക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ VD KC ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ജില്ലയിൽ ആകെയുള്ള 16 സീറ്റുകളും UDF ആണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത്. ഇതിൽ 4 എംഎൽഎമാരാണ് കോൺഗ്രസിൻ്റേത്. ബാക്കി 12 എണ്ണവും മുസ്ലിം ലീഗിന്റെ എംഎൽഎമാരാണ്. DCCയുടെ നേതൃത്വത്തിലാണ് പാർട്ടി എംഎൽഎമാർക്ക് സ്വീകരണം ഒരുക്കിയത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ. മന്ത്രി കൂടിയായ AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, DCC അധ്യക്ഷൻ V ജോയി എന്നിവർ അടിയുറച്ച KC പക്ഷക്കാരാണ്. സ്വീകരണ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ മൂവരും അത് പരസ്യമാക്കുകയും ചെയ്തു. KCയെ വാനോളം പുകഴ്ത്തിയാണ് 3 പേരും സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ KCക്കുള്ള പങ്ക് വിവരിക്കുന്നതിനും മടികാട്ടിയില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന UDF മുന്നണിയെ നയിച്ച VD സതീശനെ കുറിച്ച് ഒരക്ഷരം പറയാതിരിക്കാൻ മൂവരും അതീവ ശ്രദ്ധ കാട്ടി എന്നതും ശ്രദ്ധേയമാണ്. KCയെ പുകഴ്ത്തുന്നതിലോ വിജയത്തിലെ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് എടുത്തു പറയുന്നതിലോ കുഴപ്പമില്ല. കാരണം അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ കൂടി പ്രവർത്തനങ്ങൾ UDFന്റെ വിജയത്തിന് പിന്നിലുമുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ 2021 തുടർച്ചയായി 2ാമതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി നിന്ന ഒരു മുന്നണിയെ നയിച്ച് 5 വർഷങ്ങൾക്കിപ്പുറം അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ച സതീശനെ കുറിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ, ഒരു വാക്കുപോലും ഈ 3 പേർക്കും പറയാനില്ലാതെ പോകുന്നു എന്നത് എന്തുകൊണ്ടാകും? എന്നാൽ 4ാമനായ പൊന്നാനി MLA KP നൌഷാദ് അലി VD സതീശനെ കുറിച്ച് മാത്രമാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. KCയെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഇതോടെയാണ് MLAമാർക്കുള്ള സ്വീകരണ വേദി ഗ്രൂപ്പിസത്തിന്റെ വേദിയായി മാറിയത്. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമായി നിന്നപ്പോൾ സതീശന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതും മാനേജറായി പ്രവർത്തിച്ചതും നൌഷാദ് അലിയാണ്. മറുവശത്ത് AP അനിൽകുമാർ ആയിരുന്നു KCയുടെ മാനേജർ. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ടെത്തി അഭിപ്രായം തേടിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണമെന്നാണ് അനിൽകുമാറും ജോയിയും ഷൗക്കത്തും പറഞ്ഞത്. ഇവിടെ KCയോടുള്ള കൂറ് 3 പേരും പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് സതീശന് മാത്രമുള്ള മറുപടിയല്ല, മറിച്ച് മുസ്ലിം ലീഗിന് കൊടുക്കുന്ന ശക്തമായ താക്കീത് കൂടിയായി വേണം കാണാൻ. കാരണം മുഖ്യമന്ത്രി പദത്തിലേക്ക് KCക്ക് വിലങ്ങുതടിയായി നിന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. മുഖ്യമന്ത്രിയെ സതീശൻ തന്നെ വേണമെന്ന ഉറച്ച നിലപാടാണ് ആദ്യാവസാനം ലീഗ് സ്വീകരിച്ചത്. ആ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചതും. അതിൽ KCക്കും അനുകൂലികൾക്കുമുള്ള അമർഷം അത്ര പെട്ടെന്നൊന്നും മാറാനിടയില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്ത് നടത്തിയ സ്വീകരണ ചടങ്ങിൽ KC പക്ഷം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നതിൽ സംശയമില്ല. KCയാണ് UDF വിജയത്തിന്റെ ശില്പി എന്നൊരു മന്ത്രി ഉൾപ്പെടെ പറയുമ്പോൾ ലീഗിനുള്ള അടികൂടിയാകുമെന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം. അങ്ങനെ ലീഗിന്റെ കോട്ടയിൽ കയറി KC ഗ്രൂപ്പ് കരുത്ത് കാട്ടി എന്ന് പറയാം. എന്തായാലും ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ തുടരുന്നത് കോൺഗ്രസിനും മുന്നണിക്കും അത്ര നല്ലതാകില്ല. കാരണം കോൺഗ്രസിന്റെയോ UDFന്റെയോ മികവ് കൊണ്ട് മാത്രമായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം, മറിച്ച് CPMനോടും അവർ നയിക്കുന്ന സർക്കാരിനോടുമുള്ള എതിർപ്പിന്റെ ഫലം കൂടിയായിരുന്നു. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ എത്രയും വേഗം തിരിച്ചടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്.